ഗൈസ് ഞാൻ വണ്ടി എടുത്ത് കറങ്ങാൻ വരുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഗൈസ് ഞാൻ ഇവിടെ ഒരു ലംബോർഗിനി കിടക്കണുണ്ട്. ഒന്നും നോക്കിയില്ല, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ലംബോർഗിനി എടുത്തു ഗൈസ്. നമുക്ക് ഈ KTM ഇവിടെ തന്നെ വെക്കാം. നമുക്ക് ലംബോർഗിനി പോയി എടുക്കുക. നമുക്ക് റിപ്പയർ ഷോപ്പിൽ പോയിട്ട് ഈ വണ്ടി റിപ്പയർ ചെയ്യാം ഗൈസ്. ഓക്കെ, ഈ ഹെൽമെറ്റ് ഇവിടെ തന്നെ വെക്കാം. വന്നിട്ട് എടുത്താൽ പോരെ, ആരും എടുത്തിട്ടൊന്നും പോയില്ല. നമുക്ക് കാര്യം ചെയ്യാം, വണ്ടിയിൽ കയറാം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി പോയിട്ട് റിപ്പയർ ഷോപ്പിലേക്ക് കൊണ്ടുപോകാം ഗൈസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോകാം, അതായിരിക്കും ഇത്രയും കൂടി നല്ലത്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും പോവാം. റിപ്പയർ ഷോപ്പ് ഇവിടെ തന്നെ അടുത്താണ്. ഇവിടെ പിന്നെ അടുത്താണല്ലോ റിപ്പയർ ഷോപ്പ്, അതുകൊണ്ട് പോവാം. നമുക്കെന്തായാലും പെട്ടെന്ന് പോവാം ഗൈസ്. ഓ, ഇതെന്താ ഈ വണ്ടി മെല്ലെ പോകണല്ലോ? ക്രാഷ് ആയതല്ലേ, മെല്ലെ പോകുള്ളൂ. ഓ ഇല്ല, അത് അത് കൊള്ളാമല്ലോ. ക്രാഷായ വണ്ടി ഇത്രയും സ്പീഡിൽ പോകണു. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് റിപ്പയർ ഷോപ്പ് എത്തി ഗൈസ്. അത് പിന്നെ അടുത്താണ്. ചേച്ചി മാറി നിൽക്ക്, വണ്ടി ഇടിക്കണ്ട. അതാ എത്തി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവരിനോട് ചോദിച്ചിട്ട് വരാം, ലംബോർഗിനി റിപ്പയർ ആക്കി തരുമെന്ന്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ വണ്ടിയൊക്കെ റിപ്പയർ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അവർ സെറ്റായി റിപ്പയർ ആക്കിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ വണ്ടി അങ്ങനെയൊക്കെ റിപ്പയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും പോവാം. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അയ്യോ, നമ്മുടെ KTM അവിടെ തന്നെ ഉണ്ടല്ലോ. കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ KTM എടുക്കാം. യുദ്ധമല്ലേ വഴി, അതിൽ കൂടെയാണ്. അറിയാണ്ട് വഴി തെറ്റി. നമുക്കെന്തായാലും നമ്മുടെ വീട്ടിൽ പോവാം. ഓക്കെ, നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് പെട്ടെന്ന് പോവാം. ഓ, ഈ വണ്ടിയിൽ പാട്ടൊക്കെ ഉണ്ട്, പക്ഷെ പാട്ട് വെക്കണ്ട, മൂടില്ല പാട്ട് വെക്കാൻ. ഓക്കെ, അതാണ് നമ്മുടെ വീട്. നമുക്ക് ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ട് പോവാം. നമ്മുടെ വീടിന് മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇത്തിരി സൂക്ഷിക്കണം. നമുക്കെന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ കയറാം. ഓ, വണ്ടി ഇടിച്ചില്ല, ഭാഗ്യത്തിന് ഇടിച്ചില്ല. അല്ലെങ്കിൽ പിന്നെയും പോയി റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നാളെ ആയിരിക്കും റിപ്പയർ ആക്കി തരിക. ഓക്കെ, നമുക്കെന്തായാലും നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ KTM ഇല്ലേ, അതെടുത്തിട്ട് വരാം. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ KTM എടുക്കുക. ഓക്കെ, നമുക്കെന്തായാലും പോവാം. അയ്യോ, അത് വണ്ടി വെച്ചിട്ട് KTM എടുക്കുക. ഈ ലംബോർഗിനി കൊണ്ടുപോയി ഈ ലംബോർഗിനി അവിടെ മറന്നു വെച്ചിട്ട് വരും. ഇവിടെ റോഡിൽ വല്ല വണ്ടികളുണ്ടോ? അത് നമുക്ക് ഒരെണ്ണത്തിന് അടിച്ചു മാറ്റാം, അതിൽ പോവാം. ഇവിടെ വണ്ടികളൊന്നും വരുന്നില്ലല്ലോ. ഓക്കെ, മുമ്പിൽ ഒരു ലംബോർഗിനി വരുന്നുണ്ട്, അത് നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് നല്ല ലംബോർഗിനി എടുക്കാം. ഇറങ്ങടാ വണ്ടിയിൽ നിന്ന്, ഇനി മുതൽ ഈ വണ്ടി എൻ്റേതാണ്. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി എടുത്ത് പോവുക. അയ്യോ, അറിയാണ്ട് അവൻ്റെ മേലെ കൂടെ വണ്ടി കയറ്റിയല്ലോ. കുഴപ്പമില്ല, നമുക്കെന്തായാലും പോവാം. അവനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല നമ്മൾ വണ്ടി അടിച്ച് മാറ്റിയത്. അവനെ അവിടെ ഫ്രീസായി കിടക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ KTM എടുക്കാം. വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ, എനിക്ക് നല്ലോണം റെസ്റ്റ് എടുക്കണം. വീട്ടിൽ പോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയാൽ സമാധാനമാവുള്ളൂ. അയ്യോ, എനിക്ക് നന്ന വയ്യേ. നമ്മുടെ ഈ KTM എടുക്കുക. ഹെൽമെറ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഹെൽമെറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ KTM എടുക്കാം. ഹെൽമെറ്റ് പുതിയത് വാങ്ങാമല്ലോ. നമ്മുടെ പിന്നെ ക്യാഷ് ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഹെൽമെറ്റ് മേടിക്കാം. ഓക്കെ, നമുക്ക് ഹെഡ്ലൈറ്റൊക്കെ ഇട്ടിട്ട് പോവാം, അതായിരിക്കും ഇത്രയും കൂടി നല്ലത്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. ഇത് കണ്ടില്ലേ, അടുത്ത് തന്നെയാണ്. ഇതെന്താ ആകാശം നല്ല ഫാഷനിലൊക്കെ വന്നിരിക്കുന്നു. അയ്യോ, ഇതെന്താ അത്? ഓ, അത് അറിയാണ്ട് വണ്ടി സ്കിഡായി ഗൈസ്. അവിടെ എന്തോ വെള്ളം ഒഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നേരെ നമ്മുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. അയ്യോ, എനിക്ക് കാലും കൈയൊക്കെ വേണിച്ചിട്ട് വയ്യ ഗൈസ്. ഓക്കെ, അയ്യോ, നമുക്കെന്തായാലും വീട്ടിൽ പോയി കിടന്നുറങ്ങാം. കാലും കൈയൊക്കെ വേണിക്കുന്നു. ഓക്കെ, നമുക്കെന്തായാലും വീട്ടിൽ പോയി കിടന്നുറങ്ങാം. അയ്യോ, പെട്ടെന്ന് പോയി കിടന്നുറങ്ങണം എനിക്ക്. അയ്യോ, അങ്ങനെയൊക്കെ എത്തി.